നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ NH66 പൊന്നാനി മുതൽ കുറ്റിപ്പുറം വരെയുള്ള ഭാഗമാണ്. അപ്പോൾ കുറ്റിപ്പുറത്ത് നിന്ന് നമ്മൾ എങ്ങനെ എത്തിച്ചേരും, അതുപോലെ അവിടെ പോകേണ്ട രീതികളും നമുക്ക് അവിടുത്തെ സീനയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ നമ്മളെ സർവീസ് റോഡ് ഇപ്പോൾ നിലവിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണ്. അവരെ നിയമപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. വൺ വേ മാത്രമേ ഉള്ളൂ എന്ന്. വൺ വേ അല്ല, അത് നമുക്ക് 2 വേ ആണ് സർവീസ് റോഡ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ അതുപോലെ ചില സ്ഥലങ്ങളിൽ വർക്ക് കഴിയാത്തടത്ത് മാത്രമേ 2 വേ ആയിട്ട് വിടുന്നുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിൽ 1 വേ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഇതിൽ പോയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ആക്സിഡൻ്റ് ആവാനും മറ്റുള്ള ഇതിനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ എക്സിറ്റ് ഭാഗത്തുനിന്ന് നമ്മൾ എൻട്രി ചെയ്യരുത്. എൻട്രി ചെയ്യേണ്ട പുറത്തുനിന്ന് നമ്മൾ എക്സിറ്റും ചെയ്യരുത്. അത് 2 സ്ഥലങ്ങളിലും അവിടെ നമുക്ക് മനസ്സിലാവാവുന്ന രീതിയിൽ തന്നെ അവർ ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് അവർ കാലുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വേണ്ട ഇവിടെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. അത് ഇങ്ങനെ ആയിരിക്കും അവിടുത്തെ എക്സിറ്റ് ചെയ്യണോടത്ത്. ആ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള കാലുകൾ ഇങ്ങനെ ആയിരിക്കും. എൻട്രി ചെയ്യണത് നേരെ ഓപ്പോസിറ്റ് വരിക. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് ഇപ്പോൾ അവർ ക്യാമറയിൽ സ്പീഡും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് നമ്മൾ അതിൽ സ്ക്രീനിൽ അവരവിടെ തെളിഞ്ഞ് കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവർ ഫൈൻ അടിക്കണില്ല നോക്കിയിട്ട് കാര്യമില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിയിൽ ലീസ്റ്റ് കണക്കിന് ഇങ്ങനെ കുടിക്ക് വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ആവശ്യത്തിന് നമ്മളെ സ്പീഡ് ലിമിറ്റ് നോക്കിയിട്ട് അതിനാവശ്യത്തിന് യാത്ര ചെയ്യുക. കാരണം വെച്ചാൽ നല്ല സുഖമാകുമ്പോഴേ ഇതിങ്ങനെ കാല് വെച്ച് കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ നമുക്കതൊരു സുഖകരമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കതൊരു ഇതാവും തോന്നില്ല. പക്ഷെ എന്തെങ്കിലും ആക്സിഡൻറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നല്ലത് നമുക്ക് നമ്മളെ അമിതമായ സ്പീഡ് ഒഴിവാക്കി നല്ല രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതാണ്ടില്ലേ ഈ സിഗ്നൽ കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാനുള്ളതാണ്. എൻട്രി ചെയ്യുന്നിടത്ത് അല്ലാത്തടത്ത് നമുക്ക് ആരോ മാർക്ക്, നമുക്ക് ലെഫ്റ്റിലേക്ക് ആരോ മാർക്ക് കാണിക്കും. അപ്പോൾ എൻട്രി ചെയ്യുന്നിടത്ത് അത് പിന്നെ നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് അതേപോലെ സൈഡിൽ ഒരു ലൈന് പോയിക്കില്ല. ആ വഴിയിൽ നിന്ന് ഇങ്ങനെ കയറി മെല്ലെ വണ്ടികൾ കയറി വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം നമ്മളിതിൽ മൂന്നാമത്തെ ലൈനിൽ നമ്മൾ കയറേണ്ടത്. നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2ാമത്തെ ലൈനിൽ എപ്പോഴും യാത്ര ചെയ്യുക. നമുക്ക് എക്സിറ്റ് ചെയ്യാനോ അങ്ങനെ എൻട്രി ചെയ്ത് വരണോ ഒക്കെ നമ്മൾ 3ാമത്തെ ലൈനിൽ പോവുക. ഒരിക്കലും ഓവർടേക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് വഴി ചെയ്യരുത്. നമുക്ക് ഓവർടേക്ക് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനിൽ കൂടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. അതുപോലെ ഓവർടേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ 2nd ലൈനിലേക്ക് വരിക. ഇതൊക്കെ പല പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇനിയും പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് മെയിൻ 1ാം ലൈന് പോകുന്നത് കാരണം ആംബുലൻസിന് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആംബുലൻസിന് പോകാനുള്ള സ്ഥലത്ത് നമ്മൾ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അവർക്കും പ്രശ്നങ്ങളാണ്. അവരത് വന്നിട്ട് നമ്മളെ വണ്ടിയിൽ വന്ന് ഇടിക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എപ്പോഴും 2ാമത്തെ ലൈനിൽ നമ്മൾ പോവുക. എക്സിറ്റ് ആവാൻ നേരത്ത് നമ്മൾ അതേപോലെ എക്സിറ്റ് ചെയ്യേണ്ട നമുക്ക് 3ാമത്തെ ലൈനിലേക്ക് വരിക. എക്സിറ്റ് ലൈന് അത് നമുക്ക് ഓൾറെഡി ഈ തൂണിൻ്റെ മേലെ നമുക്ക് എക്സിറ്റ് എൻട്രി എന്നൊക്കെ അതിൻ്റെ ഒരു 100 മീറ്റർ അകലെ വെച്ചിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അമിതമായിട്ട് നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത എക്സിറ്റിൽ പോയിട്ട് പിന്നെ നമ്മൾ പാലം വഴി അടിയിൽ കൂടെ വന്ന് പിന്നെ തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ മെയിൻ ഹൈവേയിൽ കയറി ചിലപ്പോൾ ഒരു 5-6 കിലോമീറ്റർ നമ്മൾ ഓടേണ്ട അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ 10 കിലോമീറ്ററിന് മേലെ പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ യാത്ര ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണയ്ക്ക് ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്. പിന്നെ നമ്മൾ സീറ്റ് ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. നല്ല രാത്രി നല്ല രസമാട്ടോ. രാത്രി ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ ഞാൻ രാത്രി ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാം. രാത്രി സീറ്റ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റോഡ് പകൽ വെളിച്ചാണ്. എന്താ ഭംഗിയെന്നത്. നമുക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്ത് സ്മൂത്ത് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വണ്ടി ഓടിച്ച് ഉറങ്ങണവരാണെന്നുണ്ടെങ്കിൽ ഉറങ്ങിപ്പോകും. അത്രയും സൈലൻ്റാണ് വണ്ടി. നമുക്ക് വേറെ ഒരു ഡിസ്റ്റർബും ഇല്ലല്ലോ. ഇങ്ങനെ പോകാൻ ഒരാളിനെ ഡിസ്റ്റർബ് ചെയ്യാനുമില്ല. ആരും നമുക്കും വേറെ ഡിസ്റ്റർബ് ചെയ്യാനില്ല.
അപ്പോൾ എന്തോ സുഖം എന്നറിയാം. അത് ഇപ്പോൾ ഇവിടെ ഒരുവിധം 80% ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. ചില സ്ഥലങ്ങളിൽ മാത്രം അപൂർവമായിട്ട് വർക്കുകൾ കഴിയാത്തതേ ഉള്ളൂ. അത് സർവീസ് റോഡും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ, അത് എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇവിടെയൊക്കെ സർവീസ് റോഡ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെയൊക്കെ ഇനി വരും എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനത്തെ ചില ഏരിയകൾ മാത്രമാണ് അത്രയും പ്രശ്നങ്ങളുള്ളൂ. സുഖം യാത്ര കാടുകൾക്കൊപ്പം കൂടെ നാം സഞ്ചരിച്ച വഴി ഒരൽപ്പം മാറിയെന്ന് തോന്നുന്നു. പൊന്നാനി മുതൽ കുർത്തിപ്പുറം വരെ നമുക്ക് പറന്നു കളിച്ച സുഖം യാത്ര. ചിലർ വെളിച്ചം കെടുത്താൻ ശ്രമിക്കും, ചിലർ നിന്നെ കണ്ടിട്ടും തളർന്നു പോകും. സുന്ദരം ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എത്ര മനോഹരം. കേരളത്തിന് അഭിമാനിക്കാം. പൊന്നാനി മുതൽ കുറ്റിപ്പുറം വരെ നമുക്ക് പറന്നു കളിച്ച സുഖം യാത്ര. സുഖയാത്ര സമയം ലാഭം. കേരളം എത്ര സുന്ദരം. സുഖയാത്ര കേരളത്തിൽ വരണം. എന്തു മനോഹരമായ റോഡ്. ബബുളുകളോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. ബബുളുകളോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവം. സുഖയാത്ര സമയം ലാഭം. കേരളം എത്ര സുന്ദരം. സുഖയാത്ര കേരളത്തിൽ വരണം. എന്തു മനോഹരമായ റോഡ്. ബബുളുകളോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. ബബുളുകളോട്ടുള്ളോരോ നമ്മുടെ നാടിന്റെ അഭിമാനം. ആഹാ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ, ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അനുഭവങ്ങൾ. Two centuries we held our breath. Through those years we starved for rest. But no army can suppress the souls of a people in protest. Our chains of oppression will break into a resurrection. On August 15th, the British lost control and അപ്പം നമ്മളെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ കുറ്റിപ്പുറത്ത് എത്താനായി. കുറ്റിപ്പുറത്ത് എത്തിയിട്ട് നമുക്ക് കുറ്റിപ്പുറത്ത് നിന്ന് എടപ്പാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാലം കയറി പോകണം. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് അടുപ്പിച്ച് പിടിച്ചിട്ട് എക്സിറ്റ് വഴി നമ്മൾ കയറണം. ഇതൊക്കെ മെയിൻ കാണണം മേലക്കുള്ള പാലം വഴി നമ്മൾ കയറി പോകണം. ആദ്യത്തെ എക്സിറ്റിൽ നമ്മൾ കയറിയില്ലെങ്കിൽ നമുക്കത് കിട്ടില്ല.
അപ്പോൾ ആദ്യത്തെ എക്സിറ്റിൽ കയറണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ നമ്മൾ നേരെ പോകുന്നതുകൊണ്ട് നമ്മൾ അതിൽ കയറുന്നത്, ഇതുവഴി നമ്മൾ എടപ്പാൾക്ക് പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, അതൊരു സർവീസ് റോഡാണ് പോകുന്നത്. പിന്നെ എടപ്പാൾ കുറ്റിപ്പുറത്തേക്കുള്ള നമ്മൾ പാലത്തും വഴി പോയിട്ട് നമ്മൾ പിന്നെ കുറ്റിപ്പുറത്തുനിന്ന്, അപ്പോൾ അവിടെ ചില സ്ഥലങ്ങളിൽ റോഡ് പണി കഴിയാത്തുണ്ട്, റെയിൽവേയുടെ മേലൊക്കെ റോഡ് പണി കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഭാഗങ്ങളും കഴിഞ്ഞ് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ നേരെ പാലം വഴി കയറി വന്നിട്ട് നമ്മൾ വന്ന് കുറ്റിപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ പല ആൾക്കാരും പല പുറത്തുനിന്നുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് അപകടം ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇവിടെ മെല്ലെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോൾ ഒരു വണ്ടി ക്രോസ് ചെയ്ത് ബസ് കയറി വരുന്ന കാണാം കേട്ടോ. ഇത്തരത്തിൽ കയറി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ അവിടുന്ന് വരുന്ന ഓപ്പോസിറ്റ് വണ്ടികളും ഇതിൽ കൂടെ ഒക്കെ തന്നെയാണ് പോകുന്നത്. പൊന്നാനി മുതൽ കുർത്തിപ്പുറം വരെ നമുക്ക് പറന്നു കളിച്ച സുഖം യാത്ര. ചിലർ വെളിച്ചം കെടുത്താൻ ശ്രമിക്കും, ചിലർ നിന്നെ കണ്ടിട്ടും തളർന്നു പോകും. ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.